ഹലോ, 5ാം ക്ലാസ്സിൻ്റെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ബേസിക് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ എളുപ്പമായിരുന്നു എന്ന് തോന്നുന്നു. നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു അല്ലേ. അപ്പം ഇനി നമുക്ക് മാത്സ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ചതുരത്തിനുള്ളിൽ ഇതുപോലെ 1 സെൻറ്റിമീറ്റർ വശമുള്ള ആകെ എത്ര സമചതുരങ്ങൾ നിരത്താമെന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ എങ്ങനെയാണ്, ഒരു വരിയിൽ നമുക്ക് ഇനി ഇവിടെ ഒന്ന് ജോയിൻ ചെയ്ത് നോക്കൂ. ഇവിടെ ഇങ്ങനെ ഉണ്ടാവും അല്ലേ. ഇതേ അളവ് തന്നെ നമുക്കൊന്ന് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വരച്ചു കൊടുക്കൊന്നും വേണ്ടത്, കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും അല്ലേ. ഇത് ഞാൻ വരയ്ക്കുന്ന കറക്റ്റ് അല്ല. അപ്പോൾ നോക്കൂ, ഇവിടുന്ന് താഴോട്ട് 1 2 3 4 അല്ലേ, 4. ഇനി ഇവിടുന്ന് അങ്ങോട്ടാണെങ്കിലോ 1 2 3 4 5. മനസ്സിലായോ? അപ്പോൾ ഒരു വരിയിൽ 4 സമചതുരങ്ങൾ നമുക്ക് നിരത്താം അല്ലേ. യെസ്, ഇതാ കണ്ടില്ലേ, ഒരു വരി എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു വരിയിൽ നമുക്ക് 4 സമചതുരങ്ങൾ നിരത്താം കേട്ടോ. 1 2 3 4. ഓക്കെ ആണല്ലോ. യെസ്. അപ്പോൾ ഇനി ഒരു നിരയിലാണെന്നുണ്ടെങ്കിലോ 5 ആണ് അല്ലേ. ഇവിടെ നമ്മൾ കണ്ടില്ലേ, ഒരു നിരയിൽ 5ഉം ഒരു വരിയിൽ 4ഉം. അപ്പം 4ഉം 5ഉം കേട്ടോ. ഓക്കെ. ബി ക്വസ്റ്റ്യൻ നോക്കൂ. ചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എത്രയായിരിക്കും? നമ്മൾ ഈ 4ഉം 5ഉം എന്ത് ചെയ്താൽ മതി, ഗുണിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 20 എന്ന് ആൻസർ കിട്ടും അല്ലേ. അതാണ് അതിൻ്റെ പരപ്പളവ് അല്ലേ. യെസ്. അപ്പം 20 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് കേട്ടോ ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ. നമ്മൾ ഓൾറെഡി ആ ചതുരം എത്ര എണ്ണം നിരത്താമെന്ന് കണ്ടുപിടിച്ചു. നീളവും വീതിയും നോക്കിയില്ലേ, വരിയും നിരയിലും നോക്കി. അപ്പോൾ അത് 4ഉം 5ഉം ആണെന്ന് കണ്ടെത്തി. പിന്നെ അത് രണ്ടും ഗുണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ പരപ്പളവ് കിട്ടും അല്ലേ. ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ. ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളമാണ് ചോദിച്ചിട്ടുള്ളത്. വശങ്ങളുടെ നീളം നമ്മൾ കണ്ടതല്ലേ, 5 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ. ഓക്കെ. ഇനിയോ ഡി ക്വസ്റ്റ്യൻ നോക്കൂ. ചതുരത്തിൻ്റെ ചുറ്റളവ് എന്താണെന്നാണ് ചോദിച്ചത്. ചുറ്റളവ് കാണുമ്പം 2 വശമില്ലേ. യെസ്. അപ്പോൾ 2 × 5 + 2 × 4. അതെത്ര കിട്ടും? 2 × 5 എന്ന് പറയുമ്പോൾ 10 കിട്ടും അല്ലേ. അപ്പോൾ 10 + 4 × 2 8. അപ്പോൾ എത്രയാണ് ടോട്ടൽ? 18 ആണ് അല്ലേ. യെസ്. അപ്പോൾ 18 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ചുറ്റളവ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഓക്കെ. അപ്പോൾ നോക്കുക, നമ്മൾ ഈ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഈ ചതുരത്തിനുള്ളിൽ ഇതുപോലെ 1 സെൻറ്റിമീറ്റർ വശമുള്ള ആകെ എത്ര സമചതുരങ്ങൾ നിരത്താമെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു വരിയിൽ നമുക്ക് 4 എണ്ണം നിരത്താമെന്ന് നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ കണ്ടെത്തിയില്ലേ. ഒരു വരിയിൽ 4 എണ്ണം. അതുപോലെ തന്നെ എന്താ പറയുക, ഒരു വരിയിൽ 4 എണ്ണം കിട്ടി. നിരയിലായപ്പോൾ നമ്മളിങ്ങനെ നോക്കിയില്ലേ, നിരയിലായപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ 5 എണ്ണവും കിട്ടി. 1 2 3 4 1 2 3 4 5. മനസ്സിലായല്ലോ. ഓക്കെ. ഇത് കറക്റ്റ് അല്ലേ. പിന്നീട് നമ്മൾ ചതുരത്തിൻ്റെ ചുറ്റളവ് കണ്ടു, പരപ്പളവ് കണ്ടു. പരപ്പളവ് 4 × 5 20. ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം കണ്ടു അല്ലേ, 5 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും ആണല്ലോ. ഇവിടെ 5ഉം അതുപോലെ തന്നെ ഇവിടെ 4ഉം. ഓക്കെ. പിന്നെ നമ്മൾ എന്താ ചെയ്തത്, ചതുരത്തിൻ്റെ വശങ്ങളുടെ നീളം കണ്ടെത്തി അല്ലേ. അതാണ് ഇപ്പോൾ കണ്ടെത്തിയത്, 5ഉം 4ഉം. പിന്നീട് നമ്മൾ ചുറ്റളവ് കണ്ടെത്തി അല്ലേ. യെസ്. ചുറ്റളവ് കണ്ടത് എങ്ങനെയാണ്? 2 × 5 + 2 × എന്താണ് 4. അപ്പോൾ നമുക്ക് 2 × 5 10 എന്നും കിട്ടി, 2 × 4 8 എന്നും കിട്ടി അല്ലേ. അങ്ങനെ 18 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടി. ഓക്കെ. സെറ്റല്ലേ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. യെസ്. രണ്ടാമത്തെ പ്രവർത്തനം ഹരിക്കാനാണ് തന്നിട്ടുള്ളത് അല്ലേ. ഒരു സംഖ്യ 10 കൊണ്ടും 5 കൊണ്ടും 2 കൊണ്ടും 4 കൊണ്ടും 100 കൊണ്ടും ഹരിച്ചിട്ടുണ്ടെങ്കിൽ ബാലൻസ് അല്ലേ, നമ്മളെ മിച്ചം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ഹരിച്ച് കണ്ടുപിടിക്കണം അല്ലേ. യെസ്. അപ്പോൾ ഞാനിവിടെ കാണിച്ചു തരാം. ഇവിടെ ഞാൻ അതിൻ്റെ ആൻസർ മാത്രം എഴുതി വെക്കാം, നിങ്ങൾക്ക് എളുപ്പമാണല്ലേ. ഞാനിപ്പോൾ നമുക്ക് ഈ 100 കൊണ്ട് ഹരിക്കുന്നത് എങ്ങനെയാണ്? 3624. അതിനെ നമ്മൾ 100 കൊണ്ട് ഹരിക്കുകയാണ് അല്ലേ. അപ്പം നമുക്കിവിടെ എന്തെഴുതാം? ഇവിടെ 3 ഇടാം അല്ലേ. 3 100 300 അല്ലേ. യെസ്. അപ്പോൾ ബാലൻസ് 4 2 6 വരും അല്ലേ. അപ്പോൾ നമുക്കിവിടെ 6 ഇടാം. അപ്പോൾ 6 100 600 ആയി. അപ്പോൾ 600 ആയപ്പോൾ ബാലൻസ് എത്രയായി? 4 2.
അതിൽ കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ 100 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 24 കിട്ടും അല്ലേ. ഇവിടെ ലാസ്റ്റ് നമുക്ക് 24 കിട്ടിയില്ലേ. അപ്പോൾ അങ്ങനെ എല്ലാത്തിൻ്റെയും കണ്ടുപിടിക്കണം. അത് എളുപ്പമല്ലേ. അത് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. ഞാനിതിൻ്റെ റിമൈൻഡർ മാത്രം ആൻസർ മാത്രം പറഞ്ഞുതരാം കേട്ടോ. ഒന്ന് ഞാനിവിടെ ചെയ്തിട്ടുണ്ട് എക്സാമ്പിൾ, ബാക്കിയുള്ളത് എല്ലാം പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ആദ്യത്തതിന് 4 കിട്ടും, അടുത്തതിന് 4 ആയിരിക്കും. സിക്ക് 0 കിട്ടും. 4 കൊണ്ട് ഹരിച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് 0 കിട്ടും. അതുപോലെ 100 ആണെന്നുണ്ടെങ്കിൽ 24 ആണ് ഇതിൻ്റെ റിമൈൻഡർ. അതിൻ്റെ മിച്ചം 24 കേട്ടോ. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. ഓക്കെ. പരപ്പളവ് 12 ചതുരശ്ര സെൻറ്റിമീറ്ററും ചുറ്റളവ് 14 സെൻറ്റിമീറ്ററും ആയ ചതുരം വരയ്ക്കാനാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പരപ്പളവ് നമുക്ക് തന്നു, എന്താണ് 12 ആണെന്ന് തന്നു. അതുപോലെ ചുറ്റളവ് 14 ആണെന്നും തന്നു. എന്നിട്ട് നമ്മളെങ്ങനെയാണ് ഈ ചതുരം വരയ്ക്കുക? അപ്പോൾ ചുറ്റളവിൻ്റെ പകുതി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? വശങ്ങളുടെ തുക അല്ലേ. അപ്പം ചുറ്റളവിനെ 2 കൊണ്ട് ഹരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ചതുരത്തിൻ്റെ 2 വശത്തിൻ്റെയും, ഇപ്പോൾ ഇവിടെ 4 ആണെന്ന് വിചാരിച്ചോ, ഇവിടെ 2 ആണെന്ന് വിചാരിച്ചോ, 2 4 8 കിട്ടിയില്ലേ നിങ്ങൾക്ക്. അപ്പോൾ എന്ത് കിട്ടും? ഇതിൻ്റെ സമ്മാണ് എന്ത്? ചുറ്റളവിൻ്റെ പകുതി എന്ന് പറയുന്നത്. ഓക്കെ, ഞാനത് ഒന്നുകൂടെ ചെയ്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ മനസ്സിലാവും കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ചുറ്റളവിനെ 2 കൊണ്ട് ഹരിച്ചു. അപ്പം നമുക്ക് 7 കിട്ടി. ഓക്കെ ആണല്ലോ. 7 അവിടെ വയ്ക്കുന്നു. എന്നിട്ട് എന്താണ്? ഈ 7 എന്ന് പറയുന്നതാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന സമചതുരത്തിൻ്റെ ഇവിടെയുള്ള വശത്തിൻ്റെയും ഇവിടെയുള്ള വശം തമ്മിൽ കൂട്ടിയാൽ കിട്ടുന്നത് ഈ 7 ആണ്. ഇപ്പം മനസ്സിലായോ? ചുറ്റളവിനെ കൊണ്ടുള്ള ഗുണം എന്താണ്? 2 വശങ്ങളുടെ തുക നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അപ്പം നമുക്ക് തുക കിട്ടി. ഇനി എന്താ ചെയ്യേണ്ടത്? വശങ്ങളുടെ ഗുണനഫലം അല്ലേ. ഈ വശങ്ങളുടെ ഗുണനഫലം എന്താണ്? 12 ആണ് അല്ലേ. പരപ്പളവ് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 12 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. വശങ്ങളുടെ ഗുണനഫലം അത് 12 ആണ്. ഓക്കെ. ഈ 2 വശവും ഗുണിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് കിട്ടും? 12 കിട്ടും. ഈ 2 വശവും കൂട്ടിയാൽ എന്ത് കിട്ടും? 7 കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള സംഖ്യ ഏതാണ്? 4ഉം 3ഉം ആണ് അല്ലേ. യെസ്. അപ്പോൾ ഇവിടെ 3ഉം ഇവിടെ 4ഉം ആണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂട്ടിയാൽ 7 കിട്ടും. അതുപോലെ ഇത് രണ്ടും ഗുണിച്ചിട്ടുണ്ടെങ്കിൽ 12ഉം കിട്ടും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ചതുരം വരയ്ക്കാൻ എളുപ്പമാണ് അല്ലേ. യെസ്. അതിൻ്റെ നീളം 4 സെൻറ്റിമീറ്ററും ഉയരം 3 സെൻറ്റിമീറ്ററും എടുത്തിട്ട് ഒരു ചതുരം വരച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് നിങ്ങളിതുപോലെ മറ്റ് കണക്ക് ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. പ്രാക്ടീസ് ചെയ്യണേ. മറ്റ് ലെറ്റേഴ്സൊക്കെ ഇട്ടിട്ട് മറ്റ് സംഖ്യകൾ ഇട്ടിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ. നമ്മളെന്താ ചെയ്തത്? ക്വസ്റ്റ്യനിൽ നമ്മുടെ ചുറ്റളവിൻ്റെ പകുതി കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചതാണ് 2 വശങ്ങളുടെയും തമ്മിലുള്ള എന്ത്? സമ്മ് അല്ലേ. 2 വശം കൂട്ടിയാൽ കിട്ടുന്നതാണ് നമ്മളെ ചുറ്റളവ് എന്ന് പറയുന്നത്. ചുറ്റളവിൻ്റെ പകുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വശവും കൂട്ടിയാൽ കിട്ടുന്നതാണ്. ഇനി വശങ്ങളുടെ ഗുണനഫലമാണ് എന്ത്? ഈ തന്നിട്ടുള്ള 12 അല്ലേ. യെസ്. ഓക്കെ. അപ്പം നമുക്ക് സിമ്പിളായിട്ട് കാണാൻ പറ്റും. ഞാനിങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നതല്ല, നിങ്ങൾക്ക് ജസ്റ്റ് അറിയാത്തവർക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്താണ് കേട്ടോ. അറിയുന്നവർ വേഗം ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ കേട്ടോ. ഓക്കെ. അടുത്ത പ്രവർത്തനം നോക്കാം. 125 × 8 1000 ആയാൽ 125 × 4 എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമുക്കത് ഡയറക്റ്റ് അങ്ങോട്ട് ഇൻറ്റു ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ അവർക്ക് എങ്ങനെയുള്ള ആൻസറാണ് വേണ്ടത്? ഇങ്ങനെയുള്ള ആൻസറാണ് വേണ്ടത്. 125 × 8 എന്ന് പറഞ്ഞിട്ട് നമ്മൾ 1000 എന്ന് ആദ്യം എഴുതും അല്ലേ. അത് കഴിഞ്ഞിട്ട് എന്താ എഴുതേണ്ടത്? 125 × 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? 8 × 3. 8 × 3 ആണല്ലോ 24 അല്ലേ. 24നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് ഓൾറെഡി 8 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 8നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ ഈ 24 കിട്ടും എന്ന് നോക്കുക അല്ലേ. അപ്പോൾ 8 ആണ് 24. അതുകൊണ്ട് 8 × 3. അപ്പോൾ നമുക്കറിയാം 125 × 8 എന്ന് പറഞ്ഞാൽ 1000 ആണെന്ന് അല്ലേ. അപ്പോൾ 1000 × 3 അതെത്രയാണ്? 3000. ഇത് ചിലർക്ക് ഇതൊക്കെ സിമ്പിളായിരിക്കും, ചിലർക്ക് കുറച്ച് പാടായിരിക്കും. നമുക്ക് ഫൈനൽ ആൻസർ എന്താണ്? രണ്ടിൻ്റെയും സെയിം തന്നെയാണ് അല്ലേ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കൂ. അടുത്ത ഡിവിഷനല്ലേ, ഹരിക്കാനാണ്.
900 ഹരിക്കണം 3 300 ആയാൽ 900 ഹരിക്കണം 15 എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിനെ എങ്ങനെ കണ്ടുപിടിക്കുക? ഓക്കെ, നമുക്ക് എഴുതാം. ആദ്യം തന്നെ നമ്മൾ 900 ഹരിക്കണം 3 300 എന്ന് എഴുതുന്നു അല്ലേ? യെസ്, 300 എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എന്താ വേണ്ടത്? 900 ഹരിക്കണം 15 അല്ലേ? 15 അതെത്രയാണെന്നാണ് കിട്ടേണ്ടത് അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? യെസ്, ഇനി അത് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ നമുക്ക് 15 15നെ കൊണ്ടാണ് ഹരിക്കേണ്ടത്. അപ്പം നമ്മൾ നേരത്തെ ഇവിടെ 3നെ കൊണ്ട് ഹരിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് 300 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3നോട് ഇനി എന്ത് ഗുണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 15 കിട്ടും? 5 അല്ലേ? യെസ്, അപ്പോൾ നമ്മൾ ഈ ആൻസർ ഉണ്ടല്ലോ, ആ 300 പതുക്കെ നമ്മൾ ഇവിടെ എഴുതുന്നു. എന്നിട്ട് 300 ഹരിക്കണം 3നോട് എന്ത് ഗുണിച്ചാലാണ് 15 കിട്ടുക? 5 അല്ലേ? അപ്പോൾ ആ 5 ഇവിടെ ചേർത്ത് കൊടുക്കുക. അപ്പം നമുക്ക് 60 എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ അല്ലേ? 900 ഹരിക്കണം 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 300 അങ്ങനെയാണെങ്കിൽ 900 ഹരിക്കണം 15 60 ആയിരിക്കും കേട്ടോ. ഓക്കെ, നിങ്ങൾ ഇതുപോലുള്ള ഒരുപാട് കണക്ക് നിങ്ങൾ സ്കൂളിൽ ചെയ്തിട്ടുണ്ടാവും, ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയാണ് അത് കണ്ടെത്തുക. ഓക്കെ ആണല്ലോ? അടുത്ത സി ക്വസ്റ്റ്യൻ നോക്കൂ. 90 ബിസ്ക്കറ്റ് 15 കുട്ടികൾക്ക് വീതിക്കണം. വീതം ഒരുപോലെ ആകാൻ ഓരോരുത്തർക്കും എത്ര ബിസ്ക്കറ്റ് കൊടുക്കണം? അപ്പം നമുക്ക് എന്ത് ചെയ്താൽ മതി? 90 ഹരിക്കണം 15 കണ്ടുപിടിക്കേണ്ടത് അല്ലേ? യെസ്, 90 ഹരിക്കണം 15 കണ്ടുപിടിക്കണം. അപ്പം 90 ഹരിക്കണം 3 എത്രയാണ്? 30. ഓക്കെ, അപ്പോൾ ഇനി 3നോട് എത്ര ഗുണിക്കണം ഈ 15 കിട്ടാൻ? 5 അല്ലേ? അപ്പോൾ 30 ഹരിക്കണം 5 അതെത്രയാണ്? 6. അപ്പോൾ ഓരോരുത്തർക്കും 6 കൊടുക്കേണ്ടത് അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ ഓരോരുത്തർക്കും 6 ബിസ്ക്കറ്റ് കൊടുക്കണം. സെറ്റാണല്ലോ? യെസ്, സിമ്പിളല്ലേ? ഇതിനേക്കാൾ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് അല്ലേ? പക്ഷേ ഇതിൽ ഇങ്ങനെ തന്നെ സ്റ്റെപ്പ് വേണം അല്ലേ? ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ആദ്യം തന്നെ 90 ഹരിക്കണം 15 എന്ന് എഴുതുക. പിന്നെയോ, പിന്നെ നമ്മൾ 90 ഹരിക്കണം എന്തെഴുതണം? 3. അത് എത്രയാണ്? അത് 30. 3നോട് 5 ഗുണിച്ചാലാണ് 15 കിട്ടുക. അപ്പം 30 നമ്മളെ കിട്ടിയ ഉത്തരം കണ്ടല്ലോ, 30. ആ 30 ഹരിക്കണം 5 ചെയ്യുമ്പോൾ നമുക്ക് 6 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? നമ്മൾ യൂഷ്വലി ഇതെങ്ങനെ ചെയ്യുക? 90 ഹരിക്കണം അല്ലേ? എന്തെഴുതും? 15 എന്നിങ്ങനെ എഴുതും. എന്നിട്ട് 90ൽ എത്ര 15 ഉണ്ട്? 6 15 90 അല്ലേ? യെസ്, ഇതാണ് നമ്മുടെ മെത്തേഡ്, സിമ്പിൾ മെത്തേഡ്. അപ്പം നമുക്ക് ഇവിടെ കിട്ടി 6 ആൻസർ കിട്ടിയില്ലേ? ഇത് മറ്റൊരു മെത്തേഡ്. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത പ്രവർത്തനം നോക്കാം. ഒരു ഡെസ്കിൻ്റെ നീളം 1 മീറ്ററും 90 സെൻറ്റിമീറ്റർ നീളം 1 മീറ്ററും 90 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കാം. ഡെസ്കിൻ്റെ നീളം ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ കിട്ടും നമുക്ക്? ഇങ്ങനെ കിട്ടും അല്ലേ? ഇതാണ് ഭിന്നസംഖ്യാ രൂപം കേട്ടോ. 190/100 കിട്ടും. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. ഡെസ്കിൻ്റെ നീളം മീറ്റർ അളവിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാകുമ്പം 1.90. ഓക്കെ, ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ കേട്ടോ. അടുത്തത് നോക്കൂ. ഡെസ്കിൻ്റെ നീളം സെൻറ്റിമീറ്റർ അളവിൽ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 190 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ആദ്യത്തേത്, ഇതാ ആദ്യത്തേത്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് 6ാമത്തെ പ്രവർത്തനം നോക്കാം. ചുവടെ കൊടുത്തിട്ടുള്ള സംഖ്യകളുടെ ഘടകങ്ങൾ എഴുതിയിരിക്കുന്ന വരികളിൽ ഏതാനും അക്കങ്ങൾ വിട്ടുപോയിരിക്കുന്നു. അപ്പോൾ വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് വരും? 7 × 6 ഇവിടെ 10 വരും കേട്ടോ. യെസ്, 6 × 10 60, 60 × 7 420. ഓക്കെ, തൊട്ട് താഴെ നോക്കൂ. 7 × 2 × 3 × 2 കേട്ടോ. ഓക്കെ, അപ്പോൾ അതെല്ലാം ഗുണിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടണം? 420 കിട്ടണം. അത്രയേ ഉള്ളൂ അല്ലേ? സിമ്പിളല്ലേ? ഇനി ബി ക്വസ്റ്റ്യൻ നോക്കൂ. 105 വേണ്ടത്. 5 × 21 121. ഇനി 5 × 3 × 7 അല്ലേ? യെസ്, ഇവിടെ 7 വരും. അടുത്ത് നോക്കൂ.
420 ഡിവൈഡഡ് ബൈ 105 എത്രയാണ്? അത് 4 കേട്ടോ. ഓക്കെ, സെറ്റല്ലേ? യെസ്, സിമ്പിളാണ്. ഇനി അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 7. ഒരു വീട്ടിൽ 6 മാസ കാലയളവിൽ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവാണ് ചുവടെയുള്ള ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, നല്ലൊരു ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലേ? യെസ്. ഇനി എന്താ നമ്മളോട് ചോദിച്ചത്? ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ച മാസമാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഏപ്രിലാണ് അല്ലേ? കണ്ടാൽ തന്നെ അറിയാം. ഇങ്ങനെ ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ എളുപ്പമല്ലേ നോക്കി ഉത്തരം എഴുതാൻ? ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഏപ്രിലാണ് അവർ ഒരുപാട് വൈദ്യുതി ഉപയോഗിച്ചത്. ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിച്ചത് ഏപ്രിലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറവ് ഉപയോഗിച്ചത് എന്താണ്? ഇതാ ജൂണിൽ അല്ലേ? യെസ്, ഏറ്റവും കൂടുതൽ ഏപ്രിലും ഏറ്റവും കുറവ് ജൂണിലുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഏതൊക്കെ മാസങ്ങളിലാണ് തുല്യ യൂണിറ്റ് വൈദ്യുതി ഉപയോഗിച്ചത്? ഇവിടെ നോക്കൂ, കറക്റ്റായി നിൽക്കുന്നത് എവിടൊക്കെയാണ്? അതാ ഇവിടെ കറക്റ്റാണ് അല്ലേ? യെസ്. അപ്പോൾ ഏതൊക്കെ മാസങ്ങളിലാണ് തുല്യ അളവിൽ ഉപയോഗിച്ചത്? മാർച്ചിലും മെയ്യിലുമാണ് കേട്ടോ. മാർച്ചും മെയ്യും. ഓക്കെ. ഫെബ്രുവരി മാസത്തിൽ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവ് എത്രയാണെന്ന്. അപ്പം നമ്മൾ ആദ്യം ഗ്രാഫിൽ ഫെബ്രുവരി കണ്ടെത്തുന്നു. ഫെബ്രുവരി ഇതാ രണ്ടാമത് അല്ലേ? അപ്പോൾ അന്ന് എത്രയാണ് ഉപയോഗിച്ചത്? ഇതാ നേരെ നോക്കൂ, വൈദ്യുതിയുടെ അളവ് കണ്ടോ? ഇവിടെ കണ്ടോ? അത് 150 ആണല്ലേ? യെസ്. അപ്പം 150 യൂണിറ്റാണ് അവർ ഫെബ്രുവരി മാസത്തിൽ ഉപയോഗിച്ച വൈദ്യുതി. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ജനുവരി, ജൂൺ എന്നീ മാസങ്ങളിൽ ഉപയോഗിച്ച വൈദ്യുതിയുടെ അളവിൻ്റെ വ്യത്യാസം എത്രയാണെന്നാണ്. ജനുവരിയും ജൂണാണ് കേട്ടോ. ജനുവരിയിൽ നോക്കൂ 100 ആണല്ലേ? യെസ്. ജനുവരിയിൽ ഇതവിടെ കണ്ടില്ലേ 100. അതിലും അതുപോലെ തന്നെ ജൂണിൽ 50 ആണല്ലേ? ജൂണിൽ ഇതേ 50. അപ്പോൾ അതിൻ്റെ വ്യത്യാസം കാണാൻ വേണ്ടി നമുക്ക് മൈനസ് ചെയ്താൽ പോരെ? യെസ്. അപ്പോൾ 50 യൂണിറ്റാണ് അവിടുത്തെ വ്യത്യാസം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയാണ് നമ്മളെ മാത്സിലെ ക്വസ്റ്റ്യൻസ്. എല്ലാവരും ഇരുന്ന് പഠിക്കാം കേട്ടോ. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്.